ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബ്രൗൺ ലെൻ്റിൽ റൈസ്. ഇപ്പോൾ ഒരുപാട് വേറെ രാജ്യങ്ങളുടെയൊക്കെ കുസീനൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിച്ച് ഒരു റെസിപ്പി നോക്കണം, പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ചൊരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. സിമ്പിളാണ്. ഏതെങ്കിലും ഒരു ലെൻറ്റിൽ മതി, ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ടുള്ള ഒരു പരിപ്പ് വർഗ്ഗം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ മുതിരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുതിര ഇഷ്ടമുള്ളൊരു ലെൻറ്റിൽ ടൈപ്പ് ആയതുകൊണ്ട് അത് ഉപയോഗിച്ചിരിക്കണം. അപ്പം നമ്മൾ മുതിര 2 സ്ലൈസ് അല്ലെങ്കിൽ 2-3 വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചു, ഉപ്പൊക്കെ ഇട്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്നൊക്കെ പറയണത്, ഞാൻ കുക്കിങ്ങിൽ റെഗുലർ കുക്കിങ്ങിലേക്ക് പുതിയൊരാളാണ് കേട്ടോ. അപ്പം പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാനും ഒരുപാട് കഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കൃത്യമായ റെസിപ്പി ഒന്നും പറഞ്ഞു തരാനുള്ള ഒരു ആളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു 1.5 കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ റൈസ് ഓൾറെഡി കുക്ക് ചെയ്തത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്ന സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇത് കുക്കിങ് കഴിയും. നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിങ്ങനെ ക്ലിപ്പിട്ട് വെച്ചിട്ടോ. ഈ ക്ലിപ്പ് വളരെ യൂസ്ഫുൾ ആട്ടോ ഇങ്ങനെയുള്ള പാക്കറ്റ്സ് വയ്ക്കാൻ. നമുക്കിതിന് വേണ്ടത് പിന്നെ ഒരു സവാള, എൻ്റെ പാൻട്രിയിൽ ഒരു സവാള കിളിച്ചതാണ്, അതിനിപ്പോൾ നട്ട് വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഒരു സവാള വേണം നമുക്ക്, പിന്നെ ഒരു തക്കാളിയും വേണം. ഇതിങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു തക്കാളി ആയിട്ടോ എടുക്കണത്, ഈ ഒരു സൈസുള്ള ഒരു തക്കാളി മതിയാവും. നമുക്കിനി ഈ സവാള സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം വേറെ സ്പൈസസ് ഒന്നും പൊട്ടിക്കുന്നില്ല, നേരെ നമ്മൾ കുറച്ച് ഒലിവ് ഓയിലിൽ ഈ നമ്മുടെ ഒനിയനൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മളത്തേക്കും നമ്മുടെ മുതിര വെന്തിട്ടുണ്ട്. ഒരു 4 വിസിലാണ് കൊടുത്തത്. അപ്പോൾ എനിക്ക് വേണ്ട പാകത്തിന് അത് വെന്തിട്ടുണ്ട്, ഉടയാത്ത രീതിയിൽ. അപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഏകദേശം ഒരു ഊഹത്തിന് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് വറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് അത് ചൂടാക്കി. പിന്നെ നമ്മളിതിൽ ചേർക്കുന്ന മസാല, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരു പിഞ്ച് ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഏതൊക്കെ മസാല വേണോ അതൊക്കെ ഇങ്ങനെ ഇട്ടു. പിന്നെ തക്കാളി ഇട്ടു. ഇതൊരു ടൈപ്പ് ഓഫ് ലെബനീസ് കുസീനാണ്, ലെബനീസ് റെസിപ്പിയാണ്. അത് ഒത്തൻറ്റിക് രീതിയിലൊന്നും അല്ല ഇത് വെച്ചേക്കണേ, ചുമ്മാതെ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ അതൊന്ന് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി കുക്കായി വന്നപ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച മുതിര ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിയാൽ മതിയാവും. ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അതിൻ്റെ മസ്റ്റാണല്ലോ ഇടയ്ക്കിടയ്ക്ക്. കൊള്ളാം, എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ അത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കണ എന്താണ് അതിന് പല പേരും പറയില്ലോ, വഴറ്റിയതെന്നോ അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ. എന്നിട്ട് ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അതിൽ റൈസ് മിക്സ് ചെയ്താൽ മതിയാവും. ഇത് ചൂടോടെ കഴിക്കുന്നത് നല്ലത്. ബെറ്റർ ഒരു സ്ലൈസ് നാരങ്ങ കൂടി പിഴിഞ്ഞ് കഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ. അത് ഞാൻ ടേസ്റ്റ് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിതിവിടെ കുറച്ച് ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് തീർക്കേണ്ടത് കൊണ്ട് സോട്ട് ചെയ്ത് ഇങ്ങനെ കഴിച്ചു. നിങ്ങളൊന്ന് ട്രൈ നോക്ക്.